നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ കാണാതായ ജോലിക്കായുള്ള തെരച്ചിലിന് ഇന്നലെയും ഫലമുണ്ടായില്ല. NDRFും ഫയർഫോഴ്സും സംയുക്തമായാണ് ഇന്നലെ പരിശോധന നടത്തിയത്. ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘത്തിന്റെ തെരച്ചിൽ ഇന്നലെ വൈകുന്നേരത്തോടെ താൽക്കാലികമായി അവസാനിപ്പിച്ചു. അതേസമയം നേവിയുടെ മുങ്ങൽ വിദഗ്ധർ അടങ്ങുന്ന സംഘം ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. നേവി ടീമിന്റെ പരിശോധന ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരത്തെ മാലിന്യകുമാരമായ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ കാണാതായ മാരായമുട്ടം സ്വദേശി ജോയിയെ കാണാതായ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. കളക്ടർക്കും നഗരസഭാ സെക്രട്ടറിക്കും മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു. 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നോട്ടീസിലുള്ളത്. കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന അടുത്ത സീറ്റിംഗിൽ കേസ് പരിഗണിക്കും. തോട് വൃത്തിയാക്കാൻ റെയിൽവേ കരാറെടുത്ത കമ്പനിയിലെ ജീവനക്കാരനായ ജോയിക്കാണ് അപകടം സംഭവിച്ചത്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ ജോയിക്കായുള്ള തെരച്ചിൽ പ്രദേശത്ത് പുരോഗമിക്കുകയാണ്. ആമയിഴഞ്ചാൻ അപകടത്തെ രക്ഷാദൗത്യത്തെ അഭിനന്ദിച്ച ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ദുഷ്കരമായ സാഹചര്യത്തിലാണ് ദൗത്യസംഘം തെരച്ചിൽ നടത്തുന്നത്. സ്കൂബ സംഘത്തിന് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കണമെന്ന് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു. മാലിന്യം ഇങ്ങനെ കുമിഞ്ഞുകൂടിയതിൽ പൊതുജനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാലിന്യ നീക്കത്തിന് ഒരു മനുഷ്യന്റെ തീരോധാനം വേണ്ടിവന്നു എന്നത് സങ്കടകരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. രക്ഷാപ്രവർത്തനം നടത്തി വിജയത്തിലെത്തട്ടെ എന്ന് പറഞ്ഞ സതീശൻ അലക്കിത്തേച്ച വടിവത്ത വാക്കുകൾ കൊണ്ട് മറുപടി പറയുന്ന മന്ത്രിയുടെ അലക്കിത്തേപ്പ് വഴക്കാല പൂർവ്വ ശുചീകരണത്തിനില്ലെന്ന് ആരോപിച്ചു. ക്രിമിനലുകളെ മാലയിട്ട് സ്വീകരിക്കുന്ന ആരോഗ്യമന്ത്രിക്ക് പകർച്ചവ്യാധികൾ തടയാൻ നേരമില്ലെന്നും സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആമയിഴഞ്ചാൻ തോടിൽ ശുചീകരണ തൊഴിലാളിയെ കാണാതായ സംഭവത്തിൽ VD സതീശൻ നടത്തിയ പ്രതികരണം അപക്വവും മനുഷ്യത്വരഹിതവുമാണെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. അപകടത്തിൽ ഒരാളെ കാണാതായപ്പോഴും രാഷ്ട്രീയ മുതലെടുപ്പിനാണ് പ്രതിപക്ഷ നേതാവിന്റെ ശ്രമമെന്ന് മന്ത്രി വിമർശിച്ചു. റെയിൽവേക്കെതിരെയും മന്ത്രി വിമർശനം ഉന്നയിച്ചു. അപകടം നടന്ന സ്ഥലത്ത് കോർപ്പറേഷനോ സർക്കാരിനോ ഇടപെടാൻ റെയിൽവേ അനുമതി നൽകിയിട്ടില്ലെന്ന് ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടായിരിക്കും. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ അതിതീവ്ര മഴ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ 6 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചത്. KSRTCയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് വാഹനമോടിക്കുന്നവരെ കണ്ടെത്താൻ നടപടിയായെന്ന് മന്ത്രി. ജീവനക്കാരിലെ മയക്കുമരുന്ന് ഉപയോഗം കണ്ടെത്താൻ 12 ലക്ഷം രൂപ വില വരുന്ന യന്ത്രം വിദേശത്തുനിന്ന് കൊണ്ടുവരുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. മദ്യപിച്ച് വാഹനമോടിക്കുന്നവരെ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് കണ്ടെത്തുന്നത് പോലെ മയക്കുമരുന്ന് ഉപയോഗിച്ച് വാഹനമോടിക്കുന്നവരെയും കണ്ടെത്തുമെന്ന് മന്ത്രി പറഞ്ഞു. PSC കോഴ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ CPMന് പുറത്താക്കിയതിൽ നിയമ പോരാട്ടം തുടരുമെന്ന് പ്രമോദ് കോട്ടൂളി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കാര്യം തന്നെ അറിയിച്ചിട്ടില്ലെന്നും പ്രമോദ് കോഴ വാങ്ങിയോ എന്ന് പൊതുസമൂഹം അറിയണമെന്നും അതിനുവേണ്ടിയാണ് പോരാട്ടമെന്നും പ്രമോദ് വ്യക്തമാക്കി. പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു എന്ന് ബോധ്യമായതിനെ തുടർന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചെന്ന് ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. പാർട്ടിയെ ഒരു വിഭാഗം തെറ്റിദ്ധരിപ്പിച്ചെന്നും പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശക്തിയെ പുറത്തു കൊണ്ടുവരണമെന്നും പ്രമോദ് വ്യക്തമാക്കി. PSC കോഴ വിവാദത്തിൽ പ്രമോദ് കോട്ടൂളി പണം വാങ്ങിയിട്ടില്ലെന്ന് പരാതിക്കാരൻ ശ്രീജിത്ത്. പ്രമോദ് തൻ്റെ നല്ല സുഹൃത്താണെന്നും പ്രമോദുമായി യാതൊരു പണമിടപാടും ഉണ്ടായിട്ടില്ലെന്നും പണം വാങ്ങി എന്നൊരു പരാതി ആർക്കും കൊടുത്തിട്ടില്ലെന്നും ശ്രീജിത്ത് പറഞ്ഞു. തൻ്റെ പേര് എങ്ങനെ വന്നു എന്നത് വ്യക്തതയില്ലെന്നും തിരികെ വന്ന ശേഷം പ്രമോദ് സംസാരിക്കുമെന്നും ശ്രീജിത്ത് കൂട്ടിച്ചേർത്തു. PSC കോഴയിൽ പോലീസ് കേസെടുത്ത് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. CPM PSC കോഴ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 25 ലക്ഷം രൂപ ഏരിയ കമ്മിറ്റി അംഗം കോഴ വാങ്ങിയെന്ന് സമ്മതിച്ചിട്ടും എന്തുകൊണ്ടാണ് പോലീസ് കാഴ്ചക്കാരായിരിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് പ്രതിക്കുട്ടിലായിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ മുൻ BJP സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ നടത്തിയ പരാമർശത്തോട് പ്രതികരിക്കാതെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ.
സുരേഷ് ഗോപി BJP നേതാവോ പ്രവർത്തകനോ അല്ലെന്നും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വന്ന വ്യക്തിയാണെന്നുമായിരുന്നു CK പത്മനാഭൻ്റെ വിമർശനം. ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവായി വിശേഷിപ്പിക്കുന്ന സുരേഷ് ഗോപിയുടെ രീതിയെ അംഗീകരിക്കാനാകില്ലെന്നും CK പത്മനാഭൻ പറഞ്ഞിരുന്നു. എന്നാൽ CK പത്മനാഭൻ്റെ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും വാർത്ത താൻ കണ്ടില്ലെന്നും K സുരേന്ദ്രൻ വ്യക്തമാക്കി. രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വൻ ജയം. തെരഞ്ഞെടുപ്പ് നടന്ന 13 നിയമസഭാ സീറ്റുകളിൽ 10 ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ജയിച്ചു. ഇതിൽ പശ്ചിമ ബംഗാളിലെ 4 സീറ്റിൽ തൃണമൂൽ കോൺഗ്രസും, ഉത്തരാഖണ്ഡിലെയും ഹിമാചൽ പ്രദേശിലെ 4 സീറ്റുകളിൽ കോൺഗ്രസും, തമിഴ്നാട്ടിലെ സീറ്റിൽ DMKയും, പഞ്ചാബിലെ സീറ്റിൽ ആം ആദ്മി പാർട്ടിയും വിജയിച്ചു. ഈ സീറ്റുകളെല്ലാം BJP സ്ഥാനാർത്ഥികളാണ് തോറ്റത്. ഹിമാചൽ പ്രദേശിലും മധ്യപ്രദേശിലും ഓരോ സീറ്റിൽ മാത്രമാണ് BJPക്ക് ജയിക്കാനായത്. ബീഹാറിലെ രുവോലിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗാണ് വിജയിച്ചത്. BJP കൂട്ടിക്കെട്ടിയ ഭയത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും ചങ്ങല പൊട്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. കർഷകർ, യുവാക്കൾ, തൊഴിലാളികൾ, വ്യവസായികൾ, തൊഴിലുടമകൾ എന്നിങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും സ്വേച്ഛാധിപത്യത്തെ നശിപ്പിച്ച് നീതിയുടെ ഭരണം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പൊതുജനങ്ങൾ അവരുടെ ജീവിത പുരോഗതിക്കും ഭരണഘടനയുടെ സംരക്ഷണത്തിനുമായി ഇന്ത്യക്കൊപ്പം നിന്നുവെന്നും ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെയും രാഷ്ട്രീയ വിശ്വാസ്യത തകർന്നതിൻ്റെ ശക്തമായ തെളിവാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും വർത്തമാനകാലത്തെ മെച്ചപ്പെടുത്തുകയും ശോഭനമായ ഭാവിക്കായി വ്യക്തമായ രൂപ തയ്യാറാക്കുകയും ചെയ്യുന്ന പോസിറ്റീവ് രാഷ്ട്രീയമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും യുവ ഇന്ത്യയുടെ ആവശ്യങ്ങളോടും അഭിലാഷങ്ങളോടും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രിയങ്ക ഗാന്ധിയും പ്രതികരിച്ചു. തൻ്റെ ഫോണിലെ വിവരങ്ങൾ ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചോർത്താൻ ശ്രമമെന്നും തൻ്റെ ഫോണിൽ സ്പൈവെയർ സാന്നിധ്യമുള്ളതായി ആപ്പിളിൻ്റെ മുന്നറിയിപ്പ് ലഭിച്ചെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഇക്കാര്യം ആപ്പിൾ ഔദ്യോഗികമായി ഇമെയിൽ വഴി അറിയിച്ചെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. ആപ്പിൾ അയച്ച ഇമെയിലും KC പുറത്തുവിട്ടു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന PWD, റവന്യൂ, എക്സൈസ് എന്നീ വകുപ്പുകളിലാണെന്ന് മുതിർന്ന CPM നേതാവ് G സുധാകരൻ പറഞ്ഞു. വികസനത്തിനായി ചെലവഴിക്കുന്ന പണത്തിൻ്റെ പകുതി പോലും ജനങ്ങളിൽ എത്തുന്നില്ലെന്ന പല പഠനങ്ങളും ഉണ്ടെന്നും താൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ പണി കഴിപ്പിച്ച ഒരു റോഡ് പോലും പൊളിഞ്ഞിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു. മന്ത്രിയാകാനുള്ള ഭാഗ്യം അന്ന് കിട്ടിയെന്നും ഇനി അതിനുള്ള സാധ്യതയില്ലെന്നും G സുധാകരൻ കൂട്ടിച്ചേർത്തു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.